2019 മാർച്ച് മുതൽ 2025 മാർച്ച് വരെയുള്ള ആ നീണ്ട കാലയളവ് ഒരു മോഹൻലാൽ ആരാധകനെ സംബന്ധിച്ച് സന്തോഷത്തെക്കാളേറെ നിരാശകൾ നിറഞ്ഞതായിരുന്നു. ലൂസിഫറിന്റെ വൻ വിജയത്തിന് ശേഷം എത്തിയ സിനിമകൾ ഒന്നൊന്നായി തിയേറ്ററുകളിൽ പരാജയപ്പെടാൻ തുടങ്ങി. ഇട്ടിമാണി, ബിഗ് ബ്രദർ, മരക്കാർ, ആറാട്ട് തുടങ്ങി 2024 അവസാനം മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ 3D ചിത്രമായ ബറോസ് വരെ ആ പരാജയ ലിസ്റ്റിലുണ്ട്. അതേസമയം 2021 പുറത്തിറങ്ങിയ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗത്തിന് വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു. എന്നാൽ ചിത്രം OTT വഴിയായിരുന്നു റിലീസ് ചെയ്തത്. തൊട്ടടുത്ത വർഷം ഇറങ്ങിയ ബ്രോഡാഡിയും ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെങ്കിലും ആ സിനിമയും OTT റിലീസായിരുന്നു. രജനി ചിത്രം ജയിലറിലെ ക്യാമിയോ റോളും ആഘോഷിക്കപ്പെട്ട ഒന്നായിരുന്നു. എങ്കിലും 6 വർഷക്കാലത്തിനിടെ ഒരൊറ്റ സോളോ തിയേറ്ററിക്കൽ ഹിറ്റ് മാത്രമാണ് മോഹൻലാൽ എന്ന പേരിനൊപ്പം ചേർത്ത് വയ്ക്കാനുണ്ടായത്. 2023 പുറത്തിറങ്ങി 85 കോടിക്ക് മുകളിൽ നേടിയ നേരായിരുന്നു അത്. 2025 മാർച്ച് മുതൽ എന്നാൽ ഈ നിരാശയെല്ലാം പതിയെ മായുന്ന കാഴ്ച മോളിവുഡ് കണ്ടു തുടങ്ങി. എമ്പുരാൻ ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാളം മൂവിയായി, തുടരും ഇൻഡസ്ട്രി ഹിറ്റായി. റിലീസായെത്തിയ ഛോട്ടാ മുംബൈ തിയേറ്ററിൽ വൻ രീതിയിൽ ആളെ കൂട്ടി. മോഹൻലാൽ തീർന്നു പോയെന്ന് വിധി എഴുതിയവരുടെ മുഖത്ത് കിട്ടിയ ആദ്യത്തെ അടികളിൽ ഒന്ന് മാത്രമായിരുന്നു അത്. ഇന്ന് മോളിവുഡിൽ ഏറ്റവും പ്രോമിസിംഗ് ആയ ഫിലിം ലൈനപ്പ് ഉള്ളത് മോഹൻലാലിനെന്ന് നിസ്സംശയം പറയാം. ഈ തിരിച്ചുവരവിൽ നിന്ന് ഒരു തിരിച്ചുപോക്കില്ലെന്ന് ഉറക്കെ പറയുകയാണ് അദ്ദേഹം. ഹൃദയപൂർവ്വം, പാട്രിയറ്റ്, ദൃശ്യം 3 എന്നിവ ആ ലിസ്റ്റിലെ ചിലത് മാത്രം. അവ കൂടാതെ മോഹൻലാലിനായി അണിയറയിൽ ഒരുങ്ങുന്നത് മികച്ച സംവിധായകരുടെ വമ്പൻ പ്രൊജക്റ്റുകളാണ്. ഏതൊക്കെയാണവയെന്ന് പരിശോധിക്കാം. ഓണം റിലീസായെത്തുന്ന ഹൃദയപൂർവ്വമാണ് അദ്ദേഹത്തിന്റെ ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം. മോഹൻലാൽ ഫാക്ടറിനൊപ്പം സത്യൻ അന്തിക്കാട് എന്ന എവർഗ്രീൻ സംവിധായകനും ഹൃദയപൂർവ്വത്തിനായി കാത്തിരിക്കാനുള്ള കാരണമാണ്. 2015 പുറത്തിറങ്ങിയ എന്നും എപ്പോഴുമാണ് ഇരുവരും ഒന്നിച്ച അവസാന ചിത്രം. സത്യൻ അന്തിക്കാടിന്റെ ആദ്യ സിനിമയായ കുറുക്കന്റെ കല്യാണത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലെത്തിയിരുന്നു. അന്ന് തുടങ്ങിയ യാത്രയിൽ TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം തുടങ്ങി ഇരുവരുടെയും കോംബോയിൽ പിറവിയെടുത്തത് മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക്കുകളാണ്. ഹൃദയപൂർവ്വവും അത്തരത്തിലൊരു സിനിമാറ്റിക് അനുഭവം തന്നെ തരുമെന്നാണ് സത്യൻ അന്തിക്കാട് സൂചിപ്പിക്കുന്നത്. മാളവിക മോഹനും സംഗീത് പ്രതാപും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ഹൃദയപൂർവ്വം സിനിമയുടെ ലൊക്കേഷനിൽ തമിഴ് സംവിധായകൻ നെൽസൺ എത്തിയ ദൃശ്യങ്ങൾ ഏറെ വൈറലായിരുന്നു. ജയിലർ 2 മോഹൻലാലിന്റെ മാത്യു എത്തുമെന്ന വാർത്തകളും അന്നേരം പരന്നിരുന്നു. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നില്ലെങ്കിലും രജനി ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ബിഗ് ഗംസ് പ്രധാന വേഷങ്ങളിലെത്തുന്ന മഹേഷ് നാരായണൻ ചിത്രമാണ് അടുത്തത്. മോഹൻലാൽ, മമ്മൂട്ടി എന്നിവർക്കൊപ്പം കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര തുടങ്ങി വൻ താരനിരയിലാണ് ചിത്രം ഒരുങ്ങുന്നത്. പേട്രിയറ്റ് എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നതെന്ന് ഒരു ശ്രീലങ്കൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ വെളിപ്പെടുത്തിയിരുന്നു. മോളിവുഡിന്റെ പില്ലേഴ്സായ മമ്മൂട്ടിയും മോഹൻലാലും ഏറെ നാളുകൾക്ക് ശേഷം ഒരുമിച്ചെത്തുന്ന സിനിമയെന്ന പ്രത്യേകതയും പേട്രിയറ്റിനുണ്ട്. അതിനാൽ തന്നെ ഈ ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ത്രില്ലറിനായുള്ള കാത്തിരിപ്പിലാണ് സിനിമാ പ്രേമികൾ. മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ത്രില്ലറായ ദൃശ്യത്തിന്റെ 3ാം ഭാഗവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഈ വർഷം ഒക്ടോബറിൽ ക്യാമറ ജോർജ് കുട്ടിയിലേക്ക് തിരിയുമെന്ന് മോഹൻലാൽ തന്നെയാണ് സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയത്. ദ പാസ്റ്റ് നെവർ സ്റ്റേസ് സൈലന്റ് എന്ന അടിക്കുറിപ്പോടെയായിരുന്നു ആ പോസ്റ്റ്. ജോർജ് കുട്ടി വീണ്ടും എത്തുമ്പോൾ എന്ത് സസ്പെൻസ് ആവും ജിത്തു ജോസഫ് ഒരുക്കി വെച്ചിട്ടുണ്ടാവുക എന്ന ചോദ്യം പ്രസക്തമാണ്. കത്തി വെണ്ണീറായ വരുണിൻ ജാസ്തിയിൽ നിന്ന് ഇനി എന്ത് തുമ്പാവും പോലീസിന് ലഭിക്കുക? ആ 4ാം ക്ലാസ്സുകാരന് അയാളുടെ കുടുംബത്തെ വീണ്ടും സംരക്ഷിക്കാനാകുമോ? ഗീതാ പ്രഭാകറും ഭർത്താവും അവരുടെ മകന് വേണ്ടിയുള്ള പോരാട്ടം തുടരുമോ? ചോദ്യങ്ങളേറെ ബാക്കി വെച്ചാണ് 3ാം വരവ്. അതിനാൽ ആകാംക്ഷയും അത്രമേലുണ്ട്. ജിത്തു ജോസഫിന്റെ കൂടെ ദൃശ്യം 2 മുന്നേ ഷൂട്ട് ആരംഭിച്ച ഒരു മോഹൻലാൽ ചിത്രമുണ്ട് ഇനിയും തിയേറ്ററുകളിലെത്താൻ. 2019 അനൗൺസ് ചെയ്ത റാമാണത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമകളിൽ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ് റാം. പല രാജ്യങ്ങളിലായി ഒരുങ്ങുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രത്തിൽ തൃഷയാണ് നായിക. ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്ക് ഏറെ വൈറലായിരുന്നു. ഇന്ദ്രജിത്ത് സുകുമാരനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചിത്രത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റ് പുറത്തു വന്നിട്ട് കാലം കുറയായി. മോഹൻലാൽ ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ചിത്രത്തിന് എന്താണ് സംഭവിച്ചതെന്ന ആശ്ചര്യമാണ് ഇപ്പോഴുള്ളത്. ചില കാരണങ്ങളാൽ റാം ഉപേക്ഷിച്ചു എന്നിവരെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നിലവിൽ ദൃശ്യം 2 ആരംഭിക്കാനിരിക്കുന്നതിനാൽ റാമിനെ എന്ന് കാണാമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. തെലുങ്ക്, മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലെത്തുന്ന ബ്രഹ്മാണ്ഡ ചിത്രം വൃഷഭയും അപ്കമിംഗ് മോഹൻലാൽ സിനിമയാണ്. കന്നഡ സംവിധായകൻ നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഒക്ടോബർ 16 തിയേറ്ററുകളിൽ എത്തുന്നത്. സംവിധായകൻ കൃഷാന്തിനോടൊപ്പമുള്ള മോഹൻലാൽ ചിത്രത്തിന്റെ ചർച്ച നടക്കുന്നുണ്ടെന്ന് മണിയൻ പിള്ള രാജു ഈയിടെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. വർഷത്തിന്റെ തുടക്കത്തിൽ നേടിയ വൻ വിജയം ഈ സിനിമകളിലൂടെ അദ്ദേഹം തുടരുമെന്ന് ഈ ലൈനപ്പുകളെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. ലാലേട്ടനെ വെച്ച് ഞാൻ തന്നെ ഇതും തൂക്കും. 2018 മറികടന്ന് തുടരും ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് നീങ്ങുന്നുവെന്ന ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെ സംവിധായകൻ ജൂഡ് ആന്റണി കുറിച്ച കമന്റാണിത്. അന്ന് തൊട്ട് മോഹൻലാൽ, ജൂഡ് ആന്റണി സിനിമയെന്ന വാർത്ത കറങ്ങി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന അപ്ഡേറ്റ് ഇതായിരിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ വിസ്മയ മോഹൻലാൽ ആദ്യമായി നായികയാകുന്ന തുടക്കം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആയിരുന്നു അത്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ജൂഡ് തന്നെയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പോഴും മോഹൻലാൽ ജൂഡ് സിനിമ വരുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ.
അതിലൂടെ ജൂഡ് തുടരുമിട്ട റെക്കോർഡ് കടത്തിവെട്ടുമോ എന്നും കാത്തിരിക്കാം. ഇവ കൂടാതെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന റൂമറുകളും ഏറെയാണ്. മോഹൻലാൽ അമൽ നീരദ് റീയൂണിയനാണ് അതിലേറ്റവും ശക്തമായത്. ഇരുവരും ഒന്നിച്ച സാഗർ എലിയസ് ജാക്കി അത്ര വിജയമായിരുന്നില്ലെങ്കിലും ചിത്രത്തിന്റെ മേക്കിങ്ങും മോഹൻലാലിന്റെ ലുക്കും ഏറെ ഫാൻ ബേസ് സൃഷ്ടിച്ചിരുന്നു. ഇരുവരും വീണ്ടും എത്തുന്നുവെന്ന വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. ഈയിടെ നിർമ്മാതാവ് ആഷിഖ് ഉസ്മാൻ പങ്കുവച്ച ചിത്രത്തോടെ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന സിനിമയും വരുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ചിത്രത്തിന്റെ സംവിധായകനായി ഓസ്റ്റിൻ ഡാൻ എത്തുമെന്നും വാർത്തകളുണ്ട്. എന്നാൽ ഔദ്യോഗിക അപ്ഡേറ്റുകളൊന്നും ഇതിലും പുറത്തു വന്നിട്ടില്ല. 2025 തുടങ്ങി 6 മാസം കഴിയുമ്പോൾ സൗത്ത് ഇന്ത്യൻ ടോപ്പ് ഗ്രോസറായി തുടരുന്നത് ഒരു മലയാളം സിനിമയാണ്. ഒരു മോഹൻലാൽ സിനിമക്ക് പോസിറ്റീവ് വന്നാലുള്ള ഫുൾ പൊട്ടൻഷ്യൽ എന്തെന്ന് കണ്ട വർഷം കൂടിയായി ഇത് മാറി. വരാനിരിക്കുന്ന സിനിമകളിലൂടെ ആ വിസ്മയം തുടരുമെന്ന് തന്നെയാണ് മലയാളി പ്രേക്ഷകർ വിശ്വസിക്കുന്നത്. കാത്തിരിക്കാം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർക്കുന്ന മോഹൻലാൽ മാന്ത്രികതയ്ക്കായി.